നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പാറ്റൂരിൽ കഴിഞ്ഞ ദിവസം രാത്രി അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ മലയൻകീഴ് സ്വദേശി പ്രശാന്തിന്റെ കാൽ അറ്റുപോയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയിരുന്നു. അതിൻ്റെ ആ യുവാവിൻ്റെ കാൽ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കയറ്റി പോകുന്ന കാഴ്ചയും അത് ആശുപത്രിയിൽ ആ യുവാവിനെ വേഗം എത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കാൽ തുന്നിച്ചേർക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെയൊന്നും ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ലഭിക്കുന്ന വിവരം ആ അറ്റുപോയ കാൽ തുന്നിച്ചേർക്കാനായില്ല എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ആ ഒരു പ്രതീക്ഷയും അവിടെ അറ്റുപോയിരിക്കുകയാണ്. അപകടത്തിൽ അറ്റുമാറി സെമിത്തേരിയിലെ കെട്ടിടത്തിൽ വീണ കാലിൻ്റെ ഭാഗം തുന്നിച്ചേർക്കാനായി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പ്രശാന്തിനെ എത്തിച്ച ആംബുലൻസിൽ തന്നെയാണ് വേഗം ആ കാലും അവിടെ നിന്ന് ആളുകൾ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ചതഞ്ഞ നിലയിലായിരുന്നു കാലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തുന്നിച്ചേർക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നുവെന്നാണ് സ്വകാര്യ ആശുപത്രി അധികൃതർ പറഞ്ഞത്. നിലവിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് പ്രശാന്തിന്റെ ചികിത്സ തുടരുന്നത്. അപകട കാരണമായ കാർ ഓടിച്ചിരുന്ന ചടയമംഗലം സ്വദേശി സിദ്ധാർത്ഥ് ശിവൻ, ഒപ്പമുണ്ടായിരുന്ന വട്ടിയൂർക്കാവ് കാച്ചാണി സ്വദേശി അനന്തകൃഷ്ണൻ എന്നിവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 29 വയസ്സ്, 25 വയസ്സ് എന്നിങ്ങനെയാണ് ഇവരുടെ പ്രായം. നരഹത്യ കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അപകടം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. പ്രതികൾ അമിതമായി മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് വൈദ്യപരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് പാറ്റൂർ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിക്ക് സമീപത്തെ വളവിലായിരുന്നു അപകടം നടന്നത്. ഡിവൈഡർ തകർത്ത് പാഞ്ഞ കാർ ആദ്യം എതിർദിശയിൽ വരികയായിരുന്ന പ്രശാന്തിന്റെ ബൈക്കിലും തുടർന്ന് ഓട്ടോയിലും ഇടിച്ചാണ് നിന്നത്. ഒരാളുടെ കാൽ ഇടിയുടെ ആഘാതത്തിൽ മുറിഞ്ഞ് ഇത്രയും ദൂരമാണ് തെറിച്ചുപോയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയും ദൂരത്തേക്ക് ഒരു കാൽ തെറിച്ചു പോകണമെങ്കിൽ എത്രത്തോളം വേഗത്തിലായിരിക്കും ഈ യുവാക്കൾ വാഹനം ഓടിച്ച് ഈ വാഹനത്തിൽ വന്ന് ഇടിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ആ യുവാവിൻ്റെ കുടുംബത്തിന് മാത്രം പോയി. എത്രത്തോളം വേദനയും കാല് നഷ്ടപ്പെട്ട ദുഃഖവും അയാളെ വേട്ടയാടും. ഇപ്പോൾ ആ പിടിക്കപ്പെട്ട പ്രതികൾ ഒരുപക്ഷെ ഇനി കുറച്ച് ദിവസം നിയമത്തിൻ്റെ എന്തെങ്കിലും ഒരു പഴുത് വെച്ച് ഇവർ പുറത്തിറങ്ങി സുഖമായി ജീവിക്കും. പക്ഷേ ഒരു നിമിഷത്തെ ഇവരുടെ അശ്രദ്ധ ഒരാളുടെ ജീവിതമാണ് തകർത്തത്. അപകടം നടന്ന സമയം കാൽ അറ്റുപോയ പ്രശാന്ത് തന്നെയാണ് തൻ്റെ കാൽ തെറിച്ച് ആ സെമിത്തേരിയിലുണ്ടെന്ന് സമീപത്ത് ഓടിക്കൂടിയ പ്രദേശവാസികളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഓടിക്കൂടിയ ജനം അപ്പോഴാണ് ആ വിവരം അറിയുന്നത്. സെമിത്തേരിയിൽ കിടക്കുന്ന കാൽ കൂടി എടുക്കാൻ വേദനയോടെ വിളിച്ചു പറയുകയായിരുന്നു ആ യുവാവ്. ഓടിക്കൂടിയവരെല്ലാം ഇത് കേട്ട് ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. പിന്നീട് ഓടിക്കൂടിയവർ തന്നെ കാലിനായി അവിടെ തിരച്ചിൽ നടത്തി. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അല്പം മാറിയാണ് ഈ സെമിത്തേരി ഉള്ളത്. പിന്നീട് ആളുകൾ തെറിച്ചു വീണ കാലിന്റെ ഭാഗം കണ്ടെടുത്ത് ആംബുലൻസിൽ കയറ്റി. ഇതിനിടയിൽ പ്രശാന്തിന്റെ ബോധവും പോയി. പാറ്റൂരിൽ നിന്ന് അമിത വേഗത്തിലെത്തിയ കാറാണ് എതിർദിശയിലൂടെ വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഉടനെ സമീപത്തുണ്ടായിരുന്ന നഴ്സിംഗ് കോളേജിലെ 2 വിദ്യാർത്ഥികൾ ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് പ്രാഥമിക ചികിത്സ നൽകി. എന്നിരുന്നാലും കാൽ അറ്റുപോയതിനെ തുടർന്ന് റോഡിൽ നിറയെ ചോരക്കളമായി. ജനങ്ങൾ ഓടിക്കൂടിയതിനെ തുടർന്ന് ജംഗ്ഷനിൽ വൻ ഗതാഗത കുരുക്കുമുണ്ടായി. സാധാരണയായി ജംഗ്ഷന് സമീപത്തായുള്ള വളവിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികളാണ് ഉണ്ടാകുന്നത്. എന്നാൽ സംഭവ സമയം വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഇന്ത്യയിലും കേരളത്തിലും ഇത്തരത്തിൽ പ്രത്യേകിച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ചും അതുവഴി വാഹന അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ദിവസവും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ യുവാവിൻ്റെ അവസ്ഥ ഇനി എത്രത്തോളം പരിതാപകരമാണ് എന്നുള്ളത്. ആ യുവാവ് ഇപ്പോഴും വെന്റിലേറ്റർ ചികിത്സയിലാണ്. കാൽ തുന്നിച്ചേർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയമായി. ആ കാൽ തുന്നിച്ചേർക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത്. മറ്റുള്ള വാഹനങ്ങൾ അവിടെ വെച്ച് ഇടിച്ചിട്ടുള്ള മറ്റു വാഹനങ്ങളിലുള്ളവരും നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് ആ യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഒരു കാല് പോയ ആ അവസ്ഥയ്ക്ക് എത്രത്തോളം വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ യുവാവ് ആരോഗ്യത്തോടു കൂടി തന്നെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 185 പ്രകാരം ഒരു വ്യക്തിയുടെ 100 മില്ലി ലിറ്റർ രക്തത്തിൽ
30 മില്ലിഗ്രാമിൽ കൂടുതൽ മദ്യത്തിന്റെ അളവ് കണ്ടെത്തിയാൽ അത് ശിക്ഷാർഹമാണ്. ജൂലൈ 16 വന്നൊരു കണക്ക്, സംസ്ഥാനത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റത്തിന് ആ ഒരു ആഴ്ചക്കിടെ പോലീസ് 2936 പേർക്കെതിരെയാണ് കേസെടുത്തത്. കേരള പോലീസിന് ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ഡ്രൈവ് സോബർ സ്റ്റേ അലൈവ് എന്ന പേരിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 67,979 വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 662 പേരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് ശുപാർശ ചെയ്തതായി സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ അറിയിച്ചു. ജൂലൈ 8 മുതൽ 13 വരെയുള്ള കാലയളവിലെ സ്പെഷ്യൽ ഡ്രൈവ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. റോഡ് ഗതാഗതം സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനും അവരെ റോഡ് അപകടങ്ങളുടെ ദൂഷ്യവശങ്ങളെ പറ്റി ബോധവൽക്കരിക്കുന്നതിനുമായാണ് പരിശോധന കർശനമാക്കിയത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനും അപകട മരണങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ്. മാത്രമല്ല, ഇതിലൂടെ എല്ലാ യാത്രക്കാർക്കും ഗുരുതരമായ അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു. സംസ്ഥാനത്തെ ഹൈവേ പട്രോളിംഗ് വിഭാഗങ്ങളോട് തുടർന്നുള്ള ദിവസങ്ങളിലും നിരന്തര പരിശോധന നടത്തുന്നതിനും നിയമലംഘനം ആവർത്തിക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രാഫിക് സോണൽ പോലീസ് സൂപ്രണ്ടർമാരുടെ മേൽനോട്ടത്തിൽ ജില്ലാ ട്രാഫിക് നോഡൽ ഓഫീസർമാർ, ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റുകൾ എന്നിവരുടെ സജീവ പങ്കാളിത്തത്തോടെയായിരുന്നു സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. ട്രാഫിക് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റിന്റെ റോഡ് സുരക്ഷാ സംരംഭമായ ശുഭയാത്ര വാട്സ്ആപ്പ് നമ്പർ 9747001099 മുഖേന നിയമലംഘനങ്ങളുടെ ഫോട്ടോ, ഓഡിയോ, വീഡിയോ എന്നിവയോടൊപ്പം നിയമലംഘനം നടന്ന ജില്ല, സ്ഥലം, തീയതി, സമയം, വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയിൽ 3.1% മാത്രമുള്ള കൊച്ചു കേരളത്തിലാണ് മൊത്തം അപകടങ്ങളിൽ 12%. 2007 ശേഷം റോഡ് അപകടങ്ങളിലെ മരണസംഖ്യയും ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെ എണ്ണവും കുത്തനെ ഉയർന്നിട്ടുണ്ട്. വൈകിട്ട് 3-നും 7-നും ഇടയിലാണ് കൂടുതൽ അപകടങ്ങൾ. ഈ സമയത്ത് തന്നെയാണ് ബാറുകളും വിദേശ മദ്യ ഔട്ട്ലെറ്റുകളും എല്ലാം സജീവമാകുന്നത്. ബാറുകൾ തുറക്കാത്ത എല്ലാ മാസവും 1-ാം തീയതി അപകടങ്ങൾ കുറയുന്നുണ്ടെന്നത് മദ്യപാനവും റോഡ് അപകടങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു. കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ 40% മദ്യപാനവുമായി ബന്ധപ്പെട്ടതാണെന്നും ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ പറയുന്നു. സർക്കാർ ആശുപത്രിയിലെ 40% കിടക്കകളും ഇവരാണ് കൈയാളുന്നത്. മസ്തിഷ്കത്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്നവരിൽ 24% സ്ഥിര മദ്യപാനികളാണ്. ആശുപത്രിയുടെ അടിയന്തര വിഭാഗങ്ങളിൽ പ്രവേശിക്കപ്പെടുന്ന 5 മുതൽ 50 വരെ ശതമാനവും മദ്യപാനം മൂലമുള്ള അപകടങ്ങളിൽ പെടുന്നവരാണ്. മദ്യപിച്ച 6 മണിക്കൂറിനുള്ളിലാണ് അപകടങ്ങൾ ഏറെയും നടക്കുന്നത്. രാത്രി അപകടങ്ങളിൽ 1/3 മദ്യത്തിന്റെ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ അപകടങ്ങളിൽ 2011 മരിച്ച 3,90,884 പേരിൽ 37.3% മരിച്ചത് റോഡിലാണ്. റോഡ് അപകടങ്ങളിലെ ഇരകളിൽ 22.4% ഇരുചക്ര വാഹന യാത്രക്കാരാണ്. മദ്യം വ്യക്തിക്ക് ഒരു കപട ആത്മവിശ്വാസം നൽകുന്നതിനാൽ അമിത വേഗത്തിനും റിസ്ക് എടുത്തുള്ള ഓവർടേക്കിങ്ങിനും വഴിയൊരുക്കുന്നു. നിർഭാഗ്യവശാൽ മദ്യം വ്യക്തിയുടെ എതിരെ വരുന്ന വണ്ടിയുടെ വേഗത കണക്കാക്കുന്നതിനും മുമ്പിലുള്ള വണ്ടിയിൽ നിന്നുള്ള സേഫ് ഡിസ്റ്റൻസ് കണക്കിലാക്കുന്നതിനും ഉള്ള കഴിവ് നഷ്ടപ്പെടുത്തുന്നു. മദ്യം വ്യക്തിയുടെ സ്വാഭാവിക റിഫ്ലക്സുകളെ മന്ദഗതിയിലാക്കുന്നതുമൂലം പെട്ടെന്ന് ഗിയർ മാറ്റാനോ ബ്രേക്ക് ചവിട്ടാനോ കഴിയുന്നില്ല. മദ്യം 2 വീലർ ഡ്രൈവർമാരുടെ ബാലൻസും നഷ്ടപ്പെടുത്തിയേക്കാം. കാഴ്ചശക്തിയെയും ശ്രവണശക്തിയെയും പ്രതികൂലമായി ബാധിക്കാം. വ്യക്തിയുടെ ഡ്രൈവിംഗിലുള്ള ശ്രദ്ധ കുറയ്ക്കുകയും മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ മാറിപ്പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇപ്രകാരം മദ്യം നൽകുന്ന അമിത ആത്മവിശ്വാസവും അതേസമയം മദ്യപാനം മൂലം നഷ്ടപ്പെടുന്ന ശാരീരിക, മാനസിക, വിവേചന പ്രവർത്തനങ്ങളുമാണ് വ്യക്തി അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. എത്രയൊക്കെ പല ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ തന്നെ നൽകിയിട്ടും കേട്ടിട്ടും അതൊന്നും യാതൊരു തരത്തിലുള്ള കൂസലുമില്ലാതെയാണ് പല ആളുകളും മദ്യപിച്ച് വാഹനവുമായി നിരത്തിലിറങ്ങുന്നത്. ഇത് സ്വന്തം ജീവൻ അപകടത്തിലാക്കുക മാത്രമല്ല, റോഡിലുള്ള മറ്റുള്ള നിരപരാധികളുടെ ജീവൻ കൂടി എടുക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ തിരുവനന്തപുരം പാറ്റൂരിലുണ്ടായ ഈ ഒരു അപകടം എന്ന് പറയുന്നത്.